സുന്ദര രാത്രികളിലെ റോയ്. സന്തോഷം ശ്രീലക്ഷ്മി, അത് ആരും ഇതുവരെ പറഞ്ഞു, ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രം. ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറ്റു ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ആരും ചോദിച്ചിട്ടില്ല അതിനെ. ഏഴ് സുന്ദര രാത്രികളും എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു സിനിമയാണ്. കാരണം വേറൊന്നുമില്ല, ലാൽ ജോസിൻ്റെ കൂടെ എനിക്ക് ഞങ്ങൾ ഒക്കെ സിനിമയിൽ വരുന്ന സമയത്ത് പുതിയ സംവിധായകരുടെ ഒരു ഇതിൽ ഏറ്റവും ടോപ്പായി നിന്നിരുന്ന ആളാണ് ലാൽ ജോസ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാനും എൻ്റെ സുഹൃത്തും കൂടി പോയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ പറ്റും. അവന് അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹത്തെ പരിചയപ്പെടണം, സിനിമയിലൊന്ന് അഭിനയിക്കണം. അപ്പോൾ അന്ന് അദ്ദേഹം മറ്റൊരു സിനിമ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ, അപ്പോൾ അന്ന് ഞാൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊരു സിനിമയിലൊക്കെ അഭിനയിച്ച ആളല്ലേ, ചെറിയ വേഷങ്ങളൊന്നും, നല്ല പരിപാടി വരട്ടെ, ഞാൻ ഉറപ്പായി ഓർമ്മിക്കാം. പക്ഷെ അവിടെ നിന്ന് ഒരുപാട് കാലം കഴിഞ്ഞു. ഒരു ദിവസം ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ നീയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, മുടി വെട്ടണ്ട. അന്ന് ഞാൻ മുടി വളർത്തിയിരുന്നു, മുടി വെട്ടണ്ട, ഇത് തന്നെ നമുക്ക് വേണ്ട. അതൊരു ക്യാമറമാനാണ്, ഒരു പരസ്യ ചിത്ര സംവിധായകൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ക്യാമറമാൻ്റെ വേഷമാണ്. പിന്നെ അതിലിത്തിരി നർമ്മമുണ്ട്, സിനിമ മൊത്തത്തിലൊരു നർമ്മം. ജെയിംസ് ചേട്ടനാണ് അത് എഴുതിയത്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെറ്റും ഒക്കെ ആയിരുന്നു ആ സിനിമ. ഇതാണ് ഈ ലാൽ ജോസിനെ പോലൊരു മാസ്റ്ററുടെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു ക്യാരക്ടറുമാണ്.